ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചൂട് കാലങ്ങളിൽ ദാഹം മാറ്റുവാനായും ശരീരത്തിന് തണുപ്പിനു വേണ്ടിയും നല്ല 2 സ്മൂത്തി തയ്യാറാക്കിയാലോ. ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുവാനായി ഞാൻ ഇതിൽ ഒരു സാധനം ചേർക്കുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കണ്ടാലേ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് വന്നിട്ട് ആരോഗ്യത്തിന് വളരെ ഗുണങ്ങളുള്ള 2 സ്മൂത്തികളാണ്. നിങ്ങൾ റെഡിയല്ലേ? നമ്മൾക്ക് ഇതുണ്ടാക്കിയാലോ. ഇനി ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് തണ്ണിമത്തങ്ങ ഒരെണ്ണം എടുത്ത് അതിനെ നമ്മൾ മുറിച്ചെടുക്കാം. തണ്ണിമത്തൻ വന്നിട്ട് ദഹനത്തിനും പ്രതിരോധത്തിനും വളരെ നല്ലതാണ്. ഹാർട്ട് സുരക്ഷിതമായി ഇരിക്കുന്നതിനും നല്ലതാണ്. കിഡ്നി സ്റ്റോൺ കുറയ്ക്കുവാനും സഹായിക്കുന്നു. തണ്ണിമത്തൻ വന്നിട്ട് നല്ല വെള്ളം ഉള്ളതിനാലാണ് കിഡ്നി സ്റ്റോൺ കുറയ്ക്കുവാൻ സഹായിക്കുന്നത്. ഇതേമാതിരി നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് വെട്ടി എടുക്കാം. അതിൻ്റെ കുരു ഒന്ന് കളഞ്ഞു വെച്ചാൽ നമുക്ക് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ നമുക്ക് അതിൽ കുരു കടിക്കില്ല. ഇതേമാതിരി വെട്ടി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഞാൻ ഒരു 1/2 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. പുളിയില്ലാത്ത തൈരാണ്. ഈ തൈര് നമുക്ക് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുവരെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ ആവശ്യമാണ്. നമുക്കൊരു 2 വലിയ സ്പൂൺ തൈര് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ വെട്ടിവെച്ചിരിക്കുന്ന തണ്ണിമത്തങ്ങ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു ഗ്ലാസ്സിന് വേണ്ടിയിട്ടുള്ളതാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യം പോലെ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് 1 ടീസ്പൂണ് തേൻ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ജാറടച്ച് നമുക്ക് അടിച്ചെടുക്കാം. ഇതിൽ വിറ്റാമിൻ എയും സിയും ഉള്ളതിനാൽ നമ്മളുടെ മുടിയെ സംരക്ഷിക്കുകയും സ്കിന്നിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. തണ്ണിമത്തങ്ങയിൽ പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ളതിനാൽ കിഡ്നി സംബന്ധമായ ആളുകളും ഇത് കഴിക്കേണ്ട. അതേപോലെ അന്നജം ഉള്ളതിനാൽ ഷുഗറുകാരും ഇത് കഴിക്കേണ്ട. ഇതിൽ ഞാൻ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് പിസ്തയാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സ്മൂത്തി കാണാം. അത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. കൂവപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൂവപ്പൊടിയിൽ വന്നിട്ട് കലോറി കുറവുള്ളതിനാൽ വണ്ണം കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നു. ദഹനത്തിനും വളരെ നല്ലതാണ്. ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്ക് വളരെ നല്ലതാണ്. ഇനി നമുക്ക് 2 ടീസ്പൂണ് കൂവപ്പൊടി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് പാല് നമുക്ക് ഇതിലൊഴിച്ച് നന്നായി ഒന്ന് കലക്കിയെടുക്കാം. കട്ടയൊന്നും പിടിക്കില്ല. കൂവപ്പൊടി അങ്ങനെ കട്ട പിടിക്കുന്നതല്ല. നമുക്ക് നന്നായി ഒന്ന് കലക്കിയെടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. സ്റ്റവിൽ വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇതേ പരുവത്തിൽ നമ്മൾ കുറുക്കി എടുക്കണം. നല്ല പരുവായി വന്നിട്ടുണ്ട്. ഇതേപോലെ ആക്കിയെടുക്കാം. അങ്ങനെ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ആയുർവേദത്തിൽ ഇത് കണക്കാക്കുന്നത് നമ്മുടെ ശരീരം തണുപ്പിക്കാൻ വളരെ ഉത്തമമാണ്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു റോബസ്റ്റ് പഴമാണ്. ആ പഴം നമ്മൾ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ജാറിലേക്ക് ചെറുതായി കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഏലക്കായ പൊടിയാണ് ഇട്ടിരിക്കുന്നത്. 1 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൂവപ്പൊടി കുറുക്കി വെച്ചത് നമ്മൾ ചൂടാറി കഴിഞ്ഞു നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ 1 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. 1 കപ്പ് പാൽ ഒഴിച്ച് നമ്മൾ കുറുക്കിയെടുത്തു. 1 കപ്പ് പാലും കൂടി ഒഴിച്ച് നമ്മളത് അടിച്ചെടുക്കുകയാണ്.
ഈ സ്മൂത്തി വന്നിട്ട് നമ്മൾക്ക് വയറ് സംബന്ധമായ അസുഖങ്ങൾക്കും വളരെ നല്ലതാണ്. നമ്മളെ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞാനൊരു സാധനം ഇതിൽ ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞത് നമ്മൾ മാതള നാരങ്ങ ജ്യൂസാണ് നമ്മൾ പിന്നെ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ ടേസ്റ്റ് കൂട്ടുവാനും നമുക്കൊരു ചെറിയ കളറും കൂടി കിട്ടും. അങ്ങനെ നമ്മുടെ സ്മൂത്തി അടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഇനി ഇതിന് നമുക്ക് കുറച്ച് മാതള നാരങ്ങ ജ്യൂസും കൂടി ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഒരു നല്ല കളറോടുകൂടി നമ്മുടെ സ്മൂത്തി തയ്യാറായി. ഇനി കുറച്ച് പിസ്തയും കൂടി അരിഞ്ഞത് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. ഈ 2 സ്മൂത്തികളും നമ്മുടെ തയ്യാറായി കഴിഞ്ഞ് നിങ്ങൾ വീടുകളിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്ക് ബൈ.